ശ്രീധുവും സായിയും ഇപ്പൊ 6ാം റാങ്കിന് വേണ്ടിയായിരുന്നു വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടപ്പോ ശ്രീധുവിനേക്കാളും ബെറ്റർ സായി ആണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ശ്രീധു പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തില്ലെന്നും ഒരു കാര്യത്തിൽ ഇടപെടുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ എല്ലാവരും പറയുകയുണ്ടായി. ശ്രീധു പറഞ്ഞു, ഞാൻ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, എല്ലാ ടാസ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ക്യാപ്റ്റനായിട്ട് വന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്ത കാര്യങ്ങളാണെന്നൊക്കെ. സായി അപ്പോൾ പറഞ്ഞു, വൈൽഡ് കാർഡായിട്ട് വന്നിട്ട് പോലും എല്ലാ ടാസ്കിലും ഗെയിമിലൊക്കെ എൻ്റെ ഒരു പ്ലാനിങ്ങിലൊക്കെയാണ് നടത്തുന്നത്. ആ ഡയമണ്ട് ആണെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ശ്രീധുവിന് കൈ കിട്ടിയ ഡയമണ്ട് ശ്രീധുവായിട്ട് അർജുന് കൊടുക്കുകയൊക്കെയാണ് ചെയ്തത്. ആ റൂമിൽ വെച്ചെടുത്ത് മാറ്റിയ കാര്യമാണ് പറയണത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു. അത് വേണമെങ്കിൽ ശ്രീധു എടുക്കണമായിരുന്നു, അത് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ എടുക്കാമായിരുന്നു. അങ്ങനെ ശ്രീധു കൃത്യമായിട്ട് ഒരു ഗെയിമും കളിച്ചിട്ടില്ല, ഗെയിമിന്റെ ലൂപ്പ് ഹോൾ വെച്ച് ഒന്നും കളിക്കാനായിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറയും. അപ്പൊ സിജോയും പറയും, ഇത് എന്തെങ്കിലും ഗെയിം പ്ലാൻ നടത്തുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സായി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. സായി എൻ്റെ ഫ്രണ്ടാണ്, എനിക്കറിയാം സായി ആ രീതിയിലൊക്കെ കളിച്ചിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് സായി തന്നെയാണ് 6ാം പൊസിഷനിൽ നിൽക്കാനുള്ള അർഹതയുള്ളത്. ഇതപ്പോൾ സിജോയോട് പറയുന്നുണ്ടായിരുന്നു, ഗ്രൂപ്പായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ നിങ്ങൾ ചെയ്തതാണല്ലേ, സായിയുടെ ആരും സായി പറഞ്ഞോളില്ലേ, സിജോ എന്തിനാണ് പറയുന്നത്, ഗ്രൂപ്പായിട്ടാണോ കളിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് പ്ലാനിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് സിജോയിനെ പറയുന്നുണ്ടായിരുന്നു ശ്രീധു. ഇത് ഒരിക്കലും അവിടെ നിൽക്കാൻ അർഹതയില്ലെന്നും പറഞ്ഞ് എല്ലാവരും സായിനെ അവിടെ സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ശ്രീധു പിന്നെ റസ്മി നിൽക്കുന്ന പൊസിഷനായ 4ാമത് പോയി നിന്നായിരുന്നു. അപ്പോഴും ആരും ശ്രീധുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായില്ല.